ഇന്ന് ആവേശകരമായ 2 മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ആദ്യ മത്സരത്തിൽ ജയം നേടിയ മുംബൈ ഇന്ത്യൻസും രണ്ടാം മത്സരത്തിൽ വിജയം നേടിയ RCBയും പോയിന്റ് പട്ടികയിലേക്ക് തങ്ങളുടെ വരവറിയിച്ചുകൊണ്ട് തന്നെ പ്ലേ ഓഫിനുള്ള മത്സരത്തിൽ മുൻപന്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് 2 മത്സരങ്ങൾക്ക് ശേഷവുമുള്ള പോയിന്റ് ടേബിളിന്റെ ഒരു അനാലിസിസ് ആണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. കരുത്തരായ ഡൽഹി ക്യാപിറ്റൽസിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ട് RCB ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്കാണ് എത്തിയിരിക്കുന്നത്. 10 മത്സരങ്ങളിൽ 7 ജയവും 3 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 14 പോയിന്റാണ് ഇപ്പോൾ RCBക്കുള്ളത്. ആദ്യമായി 14 പോയിന്റിലെത്തിയിരിക്കുന്ന ടീമായി RCB മാറിയപ്പോൾ 2ാം സ്ഥാനത്തുള്ള ഗുജറാത്തിനും 3ാം സ്ഥാനത്തുള്ള മുംബൈ ഇന്ത്യൻസിനും 4ാം സ്ഥാനത്തുള്ള ഡൽഹി ക്യാപിറ്റൽസിനും 12 വീതം പോയിന്റാണുള്ളത്. ഇന്ന് നിർണായക മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ വിജയം നേടിക്കൊണ്ട് പോയിന്റ് പട്ടികയിൽ മികച്ച നെറ്റ് റൺ റേറ്റുമായി 3ാം സ്ഥാനത്താണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ഉള്ളത്. 8 മത്സരം മാത്രം കളിച്ച ഗുജറാത്ത് ടൈറ്റൻസ് 12 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ളപ്പോൾ RCBയോട് തോൽവിയേറ്റു വാങ്ങിയതോടുകൂടി ഡൽഹി ക്യാപിറ്റൽസ് പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്ത് തുടരുകയാണ്. 5ാം സ്ഥാനത്ത് 9 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റുമായി പഞ്ചാബ് ഉള്ളപ്പോൾ മുംബൈയോട് തോൽവിയേറ്റു വാങ്ങിയതോടുകൂടി നെഗറ്റീവ് നെറ്റ് റൺ റേറ്റിൽ 10 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്ത് ലക്നൗ ആണ്. 7 പോയിന്റുമായി കൊൽക്കത്ത 7ാം സ്ഥാനത്തുള്ളപ്പോൾ 6 പോയിന്റുമായി ഹൈദരാബാദാണ് പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്ത്. രാജസ്ഥാൻ, ചെന്നൈ ടീമുകൾ പോയിന്റ് പട്ടികയിൽ 9, 10 സ്ഥാനങ്ങളിലാണ്. തീർച്ചയായിട്ടും ഓരോ മത്സരങ്ങളും പ്ലേ ഓഫിനെ സംബന്ധിച്ച് ഓരോ നോക്കൌട്ട് മത്സരങ്ങളായി മാറുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സീസൺ IPL ഏത് 4 ടീമുകളായിരിക്കും പ്ലേ ഓഫിലേക്ക് എത്തുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.